ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ അച്ചാറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കാം. ഈ അച്ചാർ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട, ഈ ഒരു അച്ചാർ മാത്രം കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 2.5 കിലോ ചിക്കൻ, നോർമൽ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിൽ അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ എല്ലില്ലാത്ത പോർഷൻസ് മാത്രം എടുത്ത് ഒന്നുകൂടെ ചെറുതാക്കി എടുത്തതാണ്. എല്ലുള്ള കഷ്ണങ്ങളൊക്കെ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോൺലെസ് ചിക്കൻ മാത്രമായിട്ട് വാങ്ങുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇപ്പോൾ ശരിക്കും വെയിറ്റ് വരുന്നത് ഒരു 800-812 ഗ്രാം ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണ വെയിറ്റ് ഒന്നും നോക്കാറില്ല, പക്ഷെ എല്ലാവരും ചോദിക്കുമല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വെയിറ്റ് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പുരട്ടാൻ വേണ്ടി എളുപ്പത്തിന് അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഒരു ടീസ്പൂണൊക്കെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല, ഇപ്പോൾ പുതിയതായിട്ടൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ വാങ്ങിച്ചതൊക്കെ ആണെങ്കിൽ ഇത്രയധികം ചേർക്കേണ്ടി വരില്ല. ഇതിപ്പോൾ കുറേ ആയി പൊടിച്ച് വെച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇടുകയാണ്. അത് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കരുത് കേട്ടോ. മുളക് പൊടി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ആ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ആ കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീറ്റിൻ്റെ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും അതിൽ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു 1/2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വിനീഗർ അതോടെ ചേർത്ത് അവിടെ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അതും അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. വെളിച്ചെണ്ണ എടുക്കേണ്ട, പെട്ടെന്ന് ചീത്തയായി പോകും. ഞാനിപ്പോൾ ഇതിൽ ഒരു 300 ml ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ചിട്ടുണ്ട്, ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇടുന്ന സമയത്ത് അങ്ങ് നിറഞ്ഞു പോകരുത്. അതിന് നല്ല സ്പേസ് വേണം ഒന്ന് ഓടിക്കളിക്കാനായിട്ട്, എന്നാൽ മാത്രമേ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുള്ളൂ. പിന്നെ ചിക്കൻ കഷ്ണങ്ങൾ മുറിക്കുന്ന സമയത്ത് എല്ലാം ഏകദേശം ഒരേ സൈസുള്ള ചിക്കൻ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. കാരണം ഒരുപാട് കാലമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കായിരിക്കും നല്ലത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്നൊക്കെ എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. തീരെ തീ കുറഞ്ഞും പോകണ്ട, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളിലേക്കൊന്നും വേവാതെ ആവിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി, ഫുൾ ടൈം വെച്ച് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. ഞാൻ നേരത്തെ തന്നെ വെളുത്തുള്ളി തൊലിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 കുടം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി നല്ലതുപോലെ വേണമെങ്കിൽ ആ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി വേണം. ഈ ഒരു കഷ്ണമൊക്കെ മതി കേട്ടോ, ഒരുപാട് വേണമെന്നില്ല. അതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്നല്ലോ കടുക് വിനീഗറിൽ, അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അരിഞ്ഞ് വരണമെന്നില്ല. അതപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലേക്കൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിപ്പുണ്ട്. കടുകൊന്നും അരഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കരുത്. ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ അരച്ചെടുക്കാം. അതപ്പോൾ ഇത് അരച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ഒന്നും അരയേണ്ട, ഒന്ന് ചതഞ്ഞങ്ങനെ വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കണം, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം അത്യാവശ്യം തന്നെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ കുറേ കാലം വെക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് ഈ ഒരു പരുവത്തിന് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് മതി. അപ്പോൾ അതൊന്ന് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇട്ടതിൻ്റെയൊക്കെ നേർ പകുതിയായിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ആയിട്ടുണ്ട്. അത് ഞാൻ മുഴുവനായിട്ട് അങ്ങ് ഇട്ടോ, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, ഇച്ചിരി മാത്രമേ കൂടുതലുണ്ടായിരുന്നുള്ളൂ. അതും കൂടി അങ്ങ് എടുത്ത് വെക്കാം. ഇനി നമ്മൾ ഒരു 4 പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഞെട്ടടർത്തിയിട്ട് സൈഡ് ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ പച്ചമുളകാണെങ്കിൽ നടു കീറി ഇട്ടിരുന്നാൽ മതി.
ഇനി നമ്മളിത് ഈ ഒരു ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ എണ്ണയിലും ഉണ്ടാക്കാം. അപ്പോൾ ഈ എണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, കാരണം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത എണ്ണയില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഇത്രയും എണ്ണ മുഴുവനും വേണ്ട, നമുക്ക് കുറച്ച് എണ്ണ എടുത്തങ്ങ് മാറ്റി വെക്കാം. ഒരു 1/2 കപ്പൊക്കെ എണ്ണ എടുത്തങ്ങ് മാറ്റുകയാണ്. അതിലേക്ക് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നല്ലതുപോലെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഒരു ഫ്രൈ ആയിട്ട് വരണം. നല്ല ടേസ്റ്റാണ് ഈ ചിക്കനകത്ത്, ഈ പച്ചമുളകും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. കരിഞ്ഞു പോരുത് കേട്ടോ, ഈ ഒരു പരുവത്തിനായാൽ മതി. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നിറച്ചും കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കണം. കറിവേപ്പില നല്ല ടേസ്റ്റാണ്. അതിലെയും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതും മുരിഞ്ഞ് വന്നിട്ടുണ്ട്, അത് നമുക്ക് എടുത്തങ്ങ് മാറ്റാം. നല്ല ഇങ്ങനെ കിലുകിലാന്നുള്ള സൗണ്ട് കേൾക്കാം കേട്ടോ, ആ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയുടെയൊക്കെ പേസ്റ്റില്ലേ, അതിട്ട് കൊടുക്കാം. തീ വളരെയധികം കുറച്ച് വെക്കണം കേട്ടോ, കരിഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരുപാട് സമയം വെക്കരുത്, ഒരുപാട് സമയം വെച്ച് അതിൻ്റെ കളറൊക്കെ മാറിക്കഴിഞ്ഞാലും അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റും, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവമുണ്ട്. ആ ഒരു പരുവം വരെ ആക്കിയാൽ മതി. അപ്പം എണ്ണയൊക്കെ ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, അത് മതി. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടുമല്ലോ. സാധാരണ മുളക് പൊടിയാകുമ്പോൾ അധികം ഇടാൻ പറ്റുകയില്ല. ഇനി ആ മുളക് പൊടിയുടെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങായിക്കോളും, കാരണം ഇത് മുഴുവൻ എണ്ണയിലാണല്ലോ കിടക്കുന്നത്. ഇനി നമുക്കിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, നമ്മൾ ഇതിനകത്തേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വെച്ച് കുറച്ച് സമയം ഒന്ന് വെച്ച് തിളപ്പിക്കുമ്പോഴത്തേക്കും അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, അത് മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളൊക്കെ കായപ്പൊടി മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, ചിക്കൻ്റെ അച്ചാറല്ലേ. ഇപ്പോൾ തീ കുറച്ച് തന്നെ വെച്ചിരിക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. വിനീഗർ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം, ആദ്യമേ അധികം ചേർക്കേണ്ട, കാരണം പുളി അധികമായി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്, ഒരുപാട് സമയമൊന്നും വേണ്ട, എല്ലാം പെട്ടെന്ന് കഴിയും ആയിട്ടുണ്ട്. ഇനി വിനീഗർ ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ല മണമാട്ടോ, ഒരു രക്ഷയില്ല. അവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി, പെട്ടെന്ന് കഴിയും. നമുക്ക് ഈ ഒരു ചിക്കൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉള്ള പണി എന്ന് പറയുന്നത് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിക്കണം, വെളുത്തുള്ളി തൊലി പൊളിക്കണം, ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയും. ഇത്രയധികം എളുപ്പമാണോ ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് തോന്നും നമുക്ക്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മീനച്ചാറൊക്കെ ഉണ്ടല്ലോ, അതിനെ കഴിഞ്ഞൊക്കെ ഫാർ ബെറ്ററാണ്. ഇപ്പം നമ്മൾ മീനച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ചിക്കൻ അച്ചാറും മീനച്ചാറും തമ്മിൽ. അതിൽ കോൺഫ്ലോർ ഒന്നും ചേർക്കില്ല, അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതൊരു വ്ളോഗിൽ ഇട്ടതായിരുന്നു. അപ്പോൾ ഇത് മതി. ഇതിൽ നമുക്ക് ഉപ്പ് പുളി ഒക്കെ നോക്കിയിട്ട് എന്താണ് കുറവെന്ന് വിചാരിച്ചാൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ ടേസ്റ്റ് പുളിയും എരിവും ഒക്കെ കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിനീഗർ കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കണം. ആ പുളി എന്ന് പറയുന്നത് കുറച്ച് ഇരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഇച്ചിരി അധികം പുളി മുന്നിട്ട് നിന്നെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി കിട്ടാനായിട്ട് കുറച്ചുകൂടെ കൂടുതൽ എണ്ണ ഒഴിച്ചിരുന്നാലും മതി. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ അച്ചാറാണിത്. അത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ ഇട്ട് വെക്കുക. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഒരാഴ്ചയൊക്കെ പുറത്ത് വെക്കാറുണ്ട്, അതിനുശേഷം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറാണ്. ചിക്കൻ അല്ല, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചയൊന്നും നിൽക്കാറില്ല, അതിന് മുമ്പ് തന്നെ തീരും. മിക്കവാറും ഒരാഴ്ചയൊക്കെ പുറത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ പുറത്ത് തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിരുന്നാലും മതി. കുപ്പിയിൽ ഏറ്റവും മുകളിലായിട്ടൊന്ന് നല്ലെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിരുന്നാൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ചിക്കനൊക്കെ ഒരുപാട് ഉറപ്പൊന്നുമില്ല, നമ്മൾ കോൺഫ്ലോർ ഒക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. പിന്നെ ഒത്തിരി അങ്ങോട്ട് ഹാർഡായിട്ടില്ല, അത്യാവശ്യം സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ്. അടിപൊളിയായിട്ടോ, മണം ഒരു രക്ഷയില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു അളവിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട, ഈ ഒരു അച്ചാർ മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.